നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. എഴുതി വെച്ചോളൂ, ഒരിക്കൽ കൂടി ഇനി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകില്ല. ഇനി ഒരിക്കലും BJP ദേശീയ രാഷ്ട്രീയത്തിൽ അധികാരത്തിലേക്ക് വരില്ല. പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയാണ്. മുൻപൊക്കെ ആണെങ്കിൽ രാഹുൽ ഗാന്ധി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് വെറും പിച്ചും പേയും പറയലാണ് എന്നാണ് കൃത്യമായി പല പാർട്ടിക്കാരും പറയുന്നത്. BJP മാത്രമല്ല കേട്ടോ, മറ്റ് പല പാർട്ടികൾ. അതിനകത്ത് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നെടുന്തൂണായി നിൽക്കുന്ന പല പാർട്ടികളും രാഹുൽ ഗാന്ധിയെ ഗൗനിക്കാതിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്ന് വിളിച്ച് കളിയാക്കി അദ്ദേഹം ഈ രാജ്യത്തിന് അഭിമാനമല്ല അപമാനമാണ് എന്ന് പറഞ്ഞവർ പലരും ഇപ്പോൾ ഈ കാര്യം കേൾക്കുമ്പോൾ ഒന്ന് ഇടറുകയാണ്. അതായത് ഒന്ന് പരുങ്ങൽ അവസ്ഥയിൽ നിൽക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ഓട്ടോബയോഗ്രഫി ആത്മകഥയിൽ കൃത്യമായി ഇന്ത്യൻ സൈന്യത്തിൻ്റെ രീതികളും പ്രവർത്തനങ്ങളും അതിന് നേതൃത്വം നൽകുന്ന നിലവിലുള്ള സർക്കാരിൻ്റെ അവക്വമായ തീരുമാനങ്ങൾ കാരണമുണ്ടായ കോൺസിക്വൻസുകളെക്കുറിച്ചും കരസേനാ മേധാവിയായിട്ടുള്ള മുൻ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ നരവനെ ഇത്തരത്തിൽ വാചാലനാകുമ്പോൾ അത് ഉദ്ധരിച്ച് പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെ ജനാധിപത്യ രീതിയിൽ പറയാൻ കൂടി സ്പീക്കർ ഓം ബിർള സമ്മതിച്ചില്ല. അതിനെതിരെയുള്ള ശക്തമായ നീക്കമായിരുന്നു ഓം ബിർളയ്ക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം. അതുമാത്രമല്ല, എപ്സ്റ്റീൻ ഫയൽസിൽ പ്രധാനമന്ത്രിയുടെ പേരെങ്ങനെയാണ് നിരവധി തവണ വന്നത്? ഒരു കൊടും കുറ്റവാളിയായ, ഒരു ക്രിമിനലായ, അതായത് കൃത്യമായി ഒരു ഭാഷ ഉപയോഗിച്ചാൽ ഏറ്റവും വലിയ ലൈംഗിക കുറ്റവാളിയായിട്ടുള്ള, അമേരിക്കയിൽ ഈ നൂറ്റാണ്ട് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ലൈംഗിക ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഫയലുകളിൽ പരാമർശിക്കുന്ന നിരവധി പേരുടെ പേരുകളിൽ വീണ്ടും വീണ്ടും എങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായി എല്ലാ മനുഷ്യർക്കും അത്ഭുതം തോന്നിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവ വികാസം തന്നെയാണ്. അതിനകത്ത് യാതൊരു രീതിയിലുള്ള അന്താളിപ്പും കാണേണ്ടതില്ല. ഇതിനപ്പുറവും സംഭവിക്കും. ഇതിനകത്ത് സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ രാജ്യത്ത് ഇനി ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വന്നാൽ ഈ രാജ്യം സുസ്ഥിര വികസനം എന്നേക്കുമായി താറുമാറാകുന്ന അവസ്ഥയാകും. ഇന്ത്യയുടെ പ്രിയാമ്പിളിനെ മാറ്റി എഴുതാൻ വേണ്ടിയുള്ള പല രീതിയിലുള്ള ചർച്ചകളും നടക്കുകയാണ്. അതായത് ആമുഖം സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് സെക്യുലർ റിപ്പബ്ലിക് എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖത്തെ പോലും മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള ഗൗരവമേറിയ ചർച്ചകൾ മനുസ്മൃതിയും അതുപോലെ തന്നെ ഹെഡ്ഗേവാറിൻ്റെയും ഗോൾവാക്കറുടെയും ഒക്കെ സിദ്ധാന്തങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണല്ലോ മതേതരത്വം ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തെ പോലും അപമാനിക്കാൻ വേണ്ടി ഹിന്ദിയിൽ തലയും വാലും ഇല്ലാത്ത കഥകൾ എഴുതി ഇവിടെ വലിയ തോതിൽ ഭക്ഷണ മാർഗങ്ങളെ, ഭക്ഷണ രീതികളെ ഒക്കെ പരിഹസിക്കാൻ വേണ്ടിയുള്ള കള്ളത്തരങ്ങളും പ്രൊപ്പഗാൻഡയുമായി ഇറങ്ങുന്നത്.